നമ്മൾക്ക് നരകത്തിൽ നിന്ന് മറയിടുന്നത് സ്വതക്കയാണ് അല്ലേ? പലപ്പോഴും ചില ദിവസങ്ങളൊക്കെ യാത്ര പോകുമ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ബക്കറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. എന്താ കുട്ടികളെ ഇന്ന് പെയിൻ പാലിയേറ്റീവിൻ്റെയാണ്, ഏതായാലും ആകട്ടെ 50 റുപ്യ. അവർ കിലോമീറ്റർ അപ്പുറത്ത് പോയപ്പോൾ അവിടെ അതൊരു ബക്കറ്റ്. ഇതിപ്പോൾ നിങ്ങൾ പിരിവിനായിട്ട് നടന്നാലിപ്പോൾ ഞങ്ങളെന്താ കാട്ടുക? അത് പറഞ്ഞപ്പോഴും അപ്പുറത്തിരിക്കണ വല്യുപ്പ പറഞ്ഞു, അത് എനിക്ക് പൈപ്പിടാൻ വരുന്ന പെയിൻ പാലിയേറ്റീവിൻ്റെ ആൾക്കാരാണ്. കൊടുത്തവിടെ 50, അപ്പുറത്ത് 50, ഇപ്പുറത്ത് 50. പുരേക്ക് വരുമ്പോഴത്തേന് ചിലപ്പോൾ 1000 റുപ്യ കഴിഞ്ഞാണ്. പക്ഷേ ആ സ്വതക്ക, ആ പാവങ്ങളെ സഹായിക്കുന്ന സ്വതക്ക, അയൽവാസികൾക്ക് നൽകുന്ന മരുന്ന് വാങ്ങാൻ കൊടുക്കുന്ന സ്വതക്ക, ധർമ്മസ്ഥാപനത്തിന് കൊടുക്കുന്ന സ്വതക്ക, പള്ളിക്ക് കൊടുക്കുന്ന സ്വതക്ക, യതീംഖാനക്ക് കൊടുക്കുന്ന സ്വതക്ക, പിന്നെ ദഅവത്തിന് കൊടുക്കുന്ന സ്വതക്ക, മദ്രസക്ക് കൊടുക്കുന്ന സ്വതക്ക, അത് നാളെ നരകത്തിൽ നിന്ന് മറയിടാൻ ഒരു കാരണമാകും. ലിമൻ ഇഹ്തസബഹ. അതിനെക്കുറിച്ച് നിങ്ങൾ അപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളത് ആഗ്രഹിക്കണം കേട്ടോന്നാ. കൊടുക്കുമ്പോൾ ഒന്നുമില്ല, ശല്യം പോട്ടെ എന്നല്ല, ഇതുകൊണ്ട് നാളെ എനിക്ക് നരകത്തിൽ ഒരു മറയിടണം, നാളെ നരകത്തിൽ നിന്ന് എനിക്ക് മറ കിട്ടണം. ആ നീയത്തിൽ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും എന്നാണ്.